ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ, ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ അത് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും വീഡിയോക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വന്നിട്ടുള്ളത് മേജർ ഡീപ്പിംഗ് പ്രൊജക്ടിന്റെ കുറച്ച് അപ്ഡേറ്റുകളാണ്. അപ്പോൾ ഏതാണെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഗ്രാസ്, നോട്ട് പേ, ഗ്രേഡിയൻ പ്ലസ് പബ്ലിക് AI എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് നെറ്റ് വിത്ത് ഒരു ഡീപ്പിംഗ് പ്രൊജക്ടിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ആൾറെഡി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് എപ്പോഴാണ് എയർ ഡ്രോപ്പ് കിട്ടുക എന്നുള്ള ആൾക്കാരുടെ ഒരുപാട് ഡൗട്ടുകൾ അങ്ങനെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രാസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പൊട്ടൻഷ്യൽ പ്രൊജക്റ്റിൽ നിന്ന് ഒരുപാട് പ്രോഫിറ്റ് കിട്ടുന്ന ഒരുപാട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡീപ്പിംഗ് പ്രൊജക്റ്റ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും കയറാനുള്ള സമയങ്ങൾ കിടക്കുന്നുണ്ട്. അതിൽ 2-3 പ്രൊജക്റ്റുകൾ കയറാൻ പറ്റിയില്ലെങ്കിലും അതേപോലെ തന്നെ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നും ഈ ഒരു പ്രൊജക്റ്റിലൊക്കെ കയറാൻ പറ്റും. അപ്പോൾ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിൽ ക്ലിയർ ആവും. ഗ്രാസിന്റെ TGE അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഓരോരോ വെബ്സൈറ്റിൽ പോയിട്ട് ഞാൻ എന്ത് തരാം, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഫസ്റ്റ് പ്രൊജക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ആണ്. ഒരുപാട് ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് ആണെന്ന് എനിക്കറിയാം. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ മാക്സിമം ആയിട്ടും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്രൊജക്റ്റ് തന്നെയാണ് ഗ്രാസ്. റീസെന്റ് തന്നെ ഗ്രാസ് ഹോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് ഈ ഒരു മോഡം, നമുക്കിപ്പോൾ ഒരു കമ്പ്യൂട്ടർ വേണ്ട അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഇല്ലാതെ അതിൻ്റെ ഒരു ഡിവൈസ് വെച്ചിട്ട് തന്നെ നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും, പോയിന്റ്സ് ഏൺ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ടോക്കൺസ് ഏൺ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഐഡിയ അവർ കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം എയർ ഡ്രോപ്പ് 1 എപ്പോഴാണ് നടന്നെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇയർലി എൻഡ് ആയിരുന്നു. ഒരു ലാസ്റ്റ് മാസങ്ങളിലാണ് നമുക്ക് എന്ത് കിട്ടിയത്, എയർ ഡ്രോപ്പ് കിട്ടിയത്. അപ്പോൾ അതേപോലെ തന്നെ എയർ ഡ്രോപ്പ് 2 എപ്പോഴാണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വർഷം ലാസ്റ്റ് തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ അറിയാനുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ മാക്സിമം എത്ര പോയിന്റ്സ് ആയി, എത്രത്തോളമാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇതുവരെ ഇതിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ കയറാം. ഇപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 28 വരെയാണുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ് എൻഡ് ആവും, തീർച്ചയായിട്ടും എൻഡ് ആവില്ല. അത് കഴിഞ്ഞിട്ട് വേറെ സെപ്റ്റംബറിൽ ഒരു ഇത് വരും. അതേപോലെ തന്നെ ഒക്ടോബറിൽ ഒന്ന് വന്നിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നത്, എയർ ഡ്രോപ്പ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇവിടെ പോയിന്റ്സ് ഏൺ ചെയ്യാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എത്രത്തോളം പോയിന്റ്സ് ഏൺ ചെയ്യുന്നു അത്രത്തോളം ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതേപോലെ തന്നെ ഇവിടെ വേറൊരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ ആപ്പിൽ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്ത് റൺ ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ 3x സ്പീഡിലൊക്കെ നമുക്ക് എന്താണ് ഇവിടുന്ന് പോയിന്റ്സ് കിട്ടും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എക്സ്റ്റൻഷൻ ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ 1.00x സ്പീഡിലായിരിക്കും നമ്മൾ മൈനിങ് നടക്കുക. പക്ഷെ നിങ്ങൾ മൊബൈൽ ആപ്പ് വഴി നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3x എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഡിലായിരിക്കും നമുക്ക് കൂടുതൽ പോയിന്റ്സ് ഗെയിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ എല്ലാവരും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അടുത്തൊരു പ്രൊജക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ നോട്ട് പേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു നോട്ട് പേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ സിഗ്നൽ സീസൺ 2 എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആർക്കാണ് ഉള്ളത്, ഈ ഒരു NC ടോക്കൺ ഹോൾഡ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് എയർ ഡ്രോപ്പിൽ ഈ ഒരു ടോക്കൺ അവർ സ്റ്റേക്കിംഗ് ഓപ്ഷനിലൊക്കെ യൂസ് ചെയ്ത ആൾക്കാർക്കായിരിക്കും ഈ ഒരു സിഗ്നൽ സീസൺ 2 എയർ ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ടാവുക. അല്ലാതെ ഈ ഒരു നോഡ് റണ്ണേഴ്സിന് ഇതുവരെ എന്ത് കിട്ടിയിട്ടില്ല, എയർ ഡ്രോപ്പ് കിട്ടിയിട്ടില്ല. ഫസ്റ്റ് എയർ ഡ്രോപ്പ് കഴിഞ്ഞിട്ട് സെക്കൻഡ് എയർ ഡ്രോപ്പിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. മേ ബി ഇതും ഈ ഒരു വർഷം എൻഡ് ആവുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എന്ത് തരാൻ പോകുന്നത്, ഒരു എയർ ഡ്രോപ്പ് തരാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ ഒരു NC എന്ന് പറയുന്ന ഈ ഒരു ടോക്കണിന്റെ വാല്യൂ ഒക്കെ ഇപ്പോൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇവരിന് തരുന്ന അലോക്കേഷനും ഇവർ യൂസേഴ്സ് ഇല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി കൊടുക്കുന്ന രീതി വളരെ നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും നല്ലൊരു പ്രോഫിറ്റ് വീണ്ടും ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് കിട്ടട്ടെ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ, അല്ലെങ്കിൽ എൻ്റെ ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ ഒരുപാട് പേരോട് ഈ ഒരു പ്രൊജക്റ്റിൽ കയറാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ സീസൺ 1 ഇവിടെ വന്നിട്ടുണ്ട്. ആൾറെഡി തന്നെ നമുക്കിവിടെ ടോട്ടൽ പോയിന്റ്സ് കാണാൻ പറ്റും. അതേപോലെ തന്നെ സീസൺ 1 റിവാർഡിൽ കൂടുതൽ പോയിന്റ്സ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ കഴിഞ്ഞ സീസണിലൊക്കെ എനിക്ക് വളരെയധികം കുറവ് പോയിന്റ്സ് ആണ് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു സീസണിൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോഡൊക്കെ റൺ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മൈസിസ് ബ്രൗസറിലൊക്കെ തീർച്ചയായിട്ടും നോഡ് റൺ ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് കയറാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സീസൺ 0 എന്ന് പറയുന്നത് സെപ്റ്റംബർ 12 ടു അതേപോലെ തന്നെ 2025 ഏപ്രിൽ 14 വരെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ആകെ ടോട്ടൽ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു. അപ്പോൾ സീസൺ 1 അവർ പോയിന്റ്സ് ഒക്കെ ഇത്തിരി കൂടുതൽ തരാൻ തുടങ്ങിയിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുവരെ കയറാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ കയറുക. അതേപോലെ തന്നെ ഇതിൽ 72 അവർ മാക്സിമം അപ് ടൈം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു എയർ ഡ്രോപ്പ് കിട്ടുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അപ് ടൈം എത്തിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുക. എന്താന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ ഓൺലൈനിൽ വെക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അതൊക്കെയാണ് DPM പ്രൊജക്ടിന്റെ ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതേ സെയിം കണക്കുള്ള ഒരു പ്രൊജക്ട് ആണ് ബ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്ട്. നിങ്ങൾക്ക് എത്രത്തോളം അപ് ടൈം ആയി എന്നുള്ള കാര്യം, ഈ എല്ലാ പ്രൊജക്ടിന്റെ എത്രത്തോളം സ്കോറൊക്കെ ആയെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ഇടുക. നല്ല രീതിയിൽ തന്നെ സ്കോറൊക്കെ ഉള്ള ആൾക്കാർക്ക് എൻ്റെ വക ഒരു റിവാർഡൊക്കെ ഞാൻ തീർച്ചയായിട്ടും തരാം. അപ്പൊ നമുക്ക് ഈ ഒരു ബ്ലസ് നെറ്റ്വർക്കിൽ 176 ദിവസമാണ് എൻ്റെ ടൈം, ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ടൈം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു ബ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ലിസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇവിടെ നിന്ന് ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കൊരു പോയിന്റ്സ് ഇല്ലെങ്കിൽ ടോക്കൺസ് ആണ് കിട്ടുക. ആ ഒരു ടൈം ടോക്കൺ ഇതിന്റെ ടോക്കൺ ലിസ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് ബ്ലസ് ടോക്കൺ ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് അതിന്റെ ടോക്കണോമിക്സിൽ റീസെന്റ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു റീസെന്റ് ടോക്കണോമിക്സ് ഒക്കെ വന്ന കാരണം, അതേപോലെ തന്നെ ഇവര് ട്വിറ്ററിലും കൈറ്റുവേയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻഗേജ്മെന്റ് നടത്തുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്ട് ഈ ഒരു മാസം തന്നെ ലിസ്റ്റ് ആവുന്നു ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഇത് ഒരിക്കലും ഒഫീഷ്യൽ അല്ല, എന്നാലും നമുക്കൊരു ലിസ്റ്റിംഗ് ഒക്കെ ഈ മാസം തന്നെ പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു പ്രൊജക്ട് ആണ് ബ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്ട്. അതേപോലെ തന്നെ പബ്ലിക് AI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്ട് ഉണ്ട്. ഇതിൽ റീസെന്റ് 10 മില്യൺ സീഡ് ഫണ്ടിങ് ഒക്കെയാണ് റേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്ട് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കയറുക. നമുക്കൊരു ഡീപ്പിംഗ് ആയിട്ടുള്ള ഈ ഒരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്ത് വെച്ചിട്ടും, അതേപോലെ തന്നെ ഇവിടെ കുറച്ച് മിഷൻസ് ഒക്കെ ഉണ്ട്. ഇതിലൊക്കെ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഡെയിലി നമുക്ക് ഇവിടെ $1 കിട്ടാനുള്ള ചാൻസുകളൊക്കെ ഇങ്ങനെ ഓഡികൾ മാത്രം അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഇവിടുന്ന് $1 കിട്ടാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് പോയിന്റ്സ് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ ക്വിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ആ ഒരു ക്വിസും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇവിടെ വരുന്ന ഈ ഒരു ക്വിസിന്റെ പാർട്ടിസിപ്പേഷനിലായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ എനേബിൾ ആവുക എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ തന്നെ എക്സ്പ്ലോർ ചെയ്യുക. ഒരുപാട് പ്രൊജക്ടുകളൊക്കെ നിങ്ങൾ കളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രൊജക്ടിന്റെ ലിസ്റ്റിങ്ങും റീസെന്റ് തന്നെ ഈ ഒരു സെപ്റ്റംബർ മാസം തന്നെ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാമെന്ന് അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു പ്രൊജക്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ കയറിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറുക. ഒരുപാട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു 4 പ്രൊജക്റ്റിൽ നിന്ന് ഞാൻ വളരെയധികം പ്രോഫിറ്റ് ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എപ്പോഴും നമുക്ക് എന്താണ് തെറ്റ് പറ്റാതെ ഇരിക്കാം. മേ ബി പ്രോഫിറ്റ് കിട്ടാതെ ഇരിക്കാം. എന്താന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. അതേപോലെ തന്നെ നമുക്ക് എത്രത്തോളം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം നിങ്ങൾ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമുക്ക് മേ ബി ലക്ക് വൈസ് ആണെങ്കിലും നല്ലൊരു പ്രോഫിറ്റ് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇതുവരെ കയറാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രൊജക്റ്റുകളിലൊക്കെ കയറുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു വരുമാനം എന്തായാലും ഈ ഒരു പ്രൊജക്ട് ലിസ്റ്റ് ആവുമ്പോൾ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.